നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാ കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും പോലെ ഇരിക്കണമെന്നൊന്നുമില്ല. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ രൂപത്തിലാവും ചിലർ ജനിക്കുന്നത്. ഞാൻ എന്റെ മുത്തശ്ശിയെ പോലെ ഇരിക്കുന്നതെന്ന് അമ്മ പറയാറുണ്ട്. ആഹാ, മുത്തശ്ശി അത്ര നല്ല ഗ്ലാമർ ആയിരുന്നു. ചേട്ടാ കളിയാക്കാതെ. കളിയാക്കിയെന്ന് ആര് പറഞ്ഞു? താൻ ഭയങ്കര ഗ്ലാമർ അല്ലേ? ആണോ? അതേടോ, ആദ്യമായിട്ടാ ഒരാൾ പറയുന്നത്. ആ പറഞ്ഞ ആള് ഭർത്താവാണെന്നുള്ള കാര്യത്തില് തനിക്ക് അഭിമാനിക്കാമല്ലോ. അങ്ങനെ ഒരു ഭർത്താവും പെട്ടെന്ന് അംഗീകരിച്ചു തരാത്തൊരു കാര്യ ഞാൻ ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞത്. അല്ല, വേറൊരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു. തന്നെ കാണുമ്പോ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ കാര്യമാണല്ലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, താൻ എടുത്ത ഉടനെ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തി. വീട്ടിലെ മോളും അതുപോലെ തന്നെ താൻ എടുക്കുമ്പോ കരച്ചിൽ നിർത്തും. അതെന്താ അതിന്റെ സീക്രട്ട്? എനിക്കും കൂടെ ഒന്ന് പറഞ്ഞതാ. അതില് വലിയ സീക്രട്ട് ഒന്നുമില്ല. എനിക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടം. അവരെ ഞാൻ എടുക്കുമ്പോ തന്നെ അതവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിലും മക്കളില്ലാത്തവർക്ക് ഈശ്വരൻ ഇങ്ങനെ ചില അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാവും. ഞാനിപ്പോ പറഞ്ഞതോർത്ത് സച്ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. എനിക്കിപ്പോ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ശിവരാമേട്ടനെയും ഇന്ദു ചേച്ചിയും തന്നെ കണ്ടില്ലേ? എന്തെല്ലാം മരുന്നുകൾ കഴിച്ചു, എവിടെയെല്ലാം പൂജകൾ നടത്തി. എന്തായാലും അവസാനം ഒരു കുഞ്ഞിനെ ഈശ്വരൻ കൊടുത്തില്ല. അതുകൊണ്ട് കുറച്ച് താമസിച്ചായാലും ഈശ്വരൻ നമുക്കും തരും. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായാൽ മാത്രം മതി. ഇനിയും എത്രയും പെട്ടെന്ന് സന്ധ്യ ഡോക്ടറെ വിളിച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന കാര്യം സംസാരിക്കണം. വീട്ടിൽ മോളുള്ളതുകൊണ്ടാ തനിക്കിപ്പോ അതിനെക്കുറിച്ചൊന്നും തോന്നാത്തത്. ഇപ്പോ കുഞ്ഞായതുകൊണ്ട് സാരമില്ല. നാളെ ഒരു സമയത്ത് അവൾ വളർന്നു കഴിയുമ്പോ തന്നോട് ഇത്ര അടുപ്പം കാണിക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് സ്വന്തമായിട്ടുണ്ടെങ്കിൽ തനിക്ക് തന്നെ എപ്പോഴും കൊണ്ട് നടക്കാം. എന്താ, ശരിയല്ലേ? ശരി തന്നെയാ. ഞാനും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നു. മോളുമായിട്ട് അടുക്കുമ്പോഴൊക്കെ ഞാനിത് ആലോചിക്കും. എന്തൊക്കെ പറഞ്ഞാലും പ്രസവിക്കുന്നതും കടമെടുത്ത് വളർത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. പോണതുവരെ പോട്ടെ. പക്ഷേ നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴും ഇപ്പോൾ ഉള്ള മോൾക്കാവും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുക. അവളെ ആദ്യമായിട്ട് കയ്യിൽ വാങ്ങിച്ചത് ഞാനാ. ആദ്യമായിട്ട് നെഞ്ചോട് ചേർത്ത് താലോലിച്ചത് ഞാൻ തന്നെയാ. അത് വല്ലാത്തൊരു ഫീലാ സച്ചേട്ടാ. അനുഭവിച്ചറിയേണ്ട ഫീല്. നമുക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ എന്താ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങള് ഈശ്വരനായിട്ട് ഉണ്ടാക്കി തന്ന് സന്തോഷിപ്പിക്കുന്നില്ലേ? നമുക്കത് മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.